നമസ്കാരം. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളെക്കുറിച്ചുള്ള പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഭഗവാന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരത്തെക്കുറിച്ചാണ്. ഒരിക്കൽ ദുർവാസാവ് മഹർഷിയുടെ ശാപം നിമിത്തം ദേവന്മാർക്ക് അവരുടെ ഐശ്വര്യവും ശക്തിയും നഷ്ടമായി. തളർന്നുപോയ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. നഷ്ടപ്പെട്ട ശക്തി തിരിച്ചുപിടിക്കാൻ പാലാഴി മഥനം നടത്തി അമൃത് സ്വന്തമാക്കാൻ ഭഗവാൻ അവരോട് നിർദ്ദേശിച്ചു. ദേവന്മാരും അസുരന്മാരും ചേർന്ന് മന്ദരപർവ്വതം മത്തായി ഉപയോഗിച്ച് പാലാഴി കടയാൻ തുടങ്ങി. എന്നാൽ ഉറപ്പുള്ള ഒരു അടിസ്ഥാനമില്ലാത്തതിനാൽ മന്ദരപർവ്വതം സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങി. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് മഹാവിഷ്ണു ഒരു ഭീമാകാരമായ ആമയായി അവതരിച്ചത്. ഭഗവാൻ കൂർമ്മമായി സമുദ്രത്തിനടിയിൽ ചെന്ന് തന്റെ കടുപ്പമേറിയ പുറംതോടുകൊണ്ട് മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തി. പർവ്വതം ഉറച്ചു നിന്നതോടെ പാലാഴി മഥനം തുടരുകയും അതിൽ നിന്ന് ലക്ഷ്മി ദേവിയും ഐരാവതവും ഒടുവിൽ മരണമില്ലാത്ത അമൃതും ഉയർന്നു വരികയും ചെയ്തു. ലോകത്തെ രക്ഷിക്കാനായി ഭഗവാൻ എടുത്ത ഈ ധീരമായ അവതാരമാണ് കൂർമാവതാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗത്തിൽ നമുക്ക് വരാഹാവതാരത്തെക്കുറിച്ച് കാണാം. നന്ദി.